ഹലോ, ഇന്നൊരു പഴയ ഫിഷ് ടാങ്കിനെ ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ച് ഗപ്പികൾ ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് സിമൻറ്റ് ജസ്റ്റ് ഒന്ന് അത് അടിച്ചു കൊടുത്തു, വെള്ളം നിറച്ചു, കുറച്ച് കല്ലൊക്കെ എടുത്തിട്ടു. ഇത് ഈ ഫിഷ് ടാങ്കിന് ചുറ്റും കുറച്ച് കല്ല് വെച്ചു, അല്ലാന്നുണ്ടെങ്കിൽ അതുമേക്ക് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചെളി തെറിക്കും. പിന്നെ ആ വെള്ളത്തിൽ അസോള ഇട്ടിട്ടുണ്ട്. വേറൊരു റെഡ് കളർ ആൻഡ് ഓറഞ്ച് കളർ കിടക്കുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ബോൾ പോലത്തെ സംഭവമാണ്. അതങ്ങനെ പൊങ്ങി കിടക്കും, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭംഗി തോന്നി, അപ്പോൾ അതിലിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ നിയോൺ പോത്തോസാണ് വെച്ചിരിക്കുന്നത്. നിയോൺ പോത്തോസ് ആ വൈറ്റ് കളറുമ അതിനെ കാണാനായിട്ട് ഒരു ഭംഗി തോന്നി. പിന്നെ കരിങ്കല്ലിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ബേബി ടിയർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗപ്പി കുട്ടികൾ അധികമൊന്നുമില്ല, ഒരു 3-4 ഗപ്പികളുള്ളൂ. ആ ഗപ്പികളെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ആ ഗപ്പികളാണ്. അപ്പോൾ ഗപ്പികളെ കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടോ, ഗപ്പികളെ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മീനാണ് കേട്ടോ ഗപ്പി എന്ന് പറയുന്നത്. കുറച്ച് ഗപ്പികളെ മേടിച്ചിട്ടാൽ നല്ലതാണ്. അങ്ങനെ ഗപ്പികളെ വെള്ളത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ട്.